ഇത് പഠിച്ചു പോകുമ്പോൾ തന്നെ അടുത്ത അധ്യായങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വലിയ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യ ശുശ്രൂഷ വേളയിൽ ഉൾപ്പെടെ കർത്താവിൻ്റെ ദൗത്യ ശുശ്രൂഷകളിൽ പ്രധാനമായിരുന്ന ഒന്ന് ചുറ്റി സഞ്ചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു മാതൃകയിൽ നമ്മുടെ സംഘടനയായിട്ട് അല്ലെങ്കിൽ സഭയായിട്ട് ഇത്തരത്തിൽ നമുക്കൊരു ഒരു സുവിശേഷ ഭാഗം എടുത്ത് പഠിക്കുവാനായിട്ട് കഴിയുന്നത് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമായിരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ 2-ാം അധ്യായം 3-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനമാണ് നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പം ജ്ഞാനസ്നാനം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പോകുന്നത് അടുത്ത് 4-ാം അധ്യായം മുതലാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ മത്തായി സുവിശേഷകൻ്റെ ഏറ്റവും വലിയ പോയിന്റുകളിലൊന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ മശിഹ എന്നുള്ള രീതിക്ക് അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പിന്നീടുള്ള അധ്യായങ്ങളിൽ നമുക്കതിൻ്റെ ഒരു തുടർച്ചവ നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ പഠിച്ചു. അതിനുശേഷം മാതാപിതാക്കളോടുകൂടെ ആയിരുന്നു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ജ്ഞാനസ്നാനം സ്നാനത്തിലേക്ക് കടന്നു വന്നു. യോഹന്നാൻ്റെ സ്നാനം ഏറ്റെടുത്തു. അതിനുശേഷം കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെടുകയാണ്. ആ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെടുന്നതിൻ്റെ മുന്നോടിയായിട്ട്, അതായത് 4-ാം അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണം, സാത്താനാൽ 40 ദിവസത്തോളം പരീക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ പരീക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരീക്ഷണത്തിന് ശേഷം ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അതിനു മുമ്പ് കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നു. അതിനുശേഷം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ആ ഒരു കണ്ടിന്യൂഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് കർത്താവ് ഗിരിപ്രഭാഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ 5-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നത്തെ ഒരു സമയത്തിന് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് 4-ാം അധ്യായം മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 4-ും 5-ും അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 4-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിലേക്ക് പോയുള്ള കർത്താവിൻ്റെ പരീക്ഷണ കാലഘട്ടമാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത്. 4-ാം അധ്യായം ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ആദ്യത്തെ അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിരുന്നത്, പഴയ നിയമത്തിൻ്റെ ഒരു നിഴലായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണം കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ കർത്താവിൻ്റെ ഒരു പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കണക്ഷൻ വീണ്ടും നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടം. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമുക്കറിയുന്നത് പോലെ 40 ദിവസമാണ് കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതെങ്കിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നത് 40 വർഷമാണ്. അപ്പം നമുക്ക് ആ ഒരു 40 വർഷത്തിൻ്റെ കഥ നമുക്ക് പിന്നീട് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാലും വളരെ ചുരുക്കം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു 2 ദിവസം കൊണ്ട് വഴി നടന്ന് എത്താൻ പറ്റുന്ന ദൂരത്ത് കനാൻ ദേശത്തേക്ക് ദൈവം ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് പഴയ നിയമത്തിൻ്റെ ഉടമ്പടികൾ കൊടുക്കുന്നതിനോടൊപ്പം ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ ധിക്കരിക്കുകയും അന്യദൈവത്തെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദൈവം അവരെ ഈ ഒരു 2 ദിവസം കൊണ്ട് നടന്നു പോകുന്ന ദൂരമാണ് അവരെ ഏകദേശം 40 വർഷം കൊണ്ട് മരുഭൂമിയിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് കാനാനിലേക്ക് എത്തിച്ചേരുന്നതും. അതോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നതിൽ ബാക്കി എല്ലാവരും മരിച്ചു പോവുകയും യോശുവയും രൂപേനും മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ ദൈവം അവരെ പരീക്ഷിക്കുകയും അവരെ ശോധന ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു 40 വർഷത്തെ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടം നമുക്ക് ഇസ്രായേൽ ജനങ്ങളുടെ അനുഭവത്തിൽ കാണാൻ പറ്റും. അതിന് സബ്സിക്വൻ്റായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവും മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ 40 ദിവസത്തെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. രണ്ടും മരുഭൂമിയിൽ വെച്ച് നടക്കുന്ന ഒരു അനുഭവമാണ്. മറ്റ് ഒരു കാര്യം നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്, കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുന്ന അടുത്ത നിമിഷം ദൈവം പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ക്രിസ്തുവിലേക്ക് വന്നിറങ്ങുന്ന ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ദൈവം ഇസ്രായേൽ ജനങ്ങളെ നടത്തുന്ന സമയത്ത് അഗ്നിസ്തംഭത്തെയും മേഘസ്തംഭത്തെയും ആ ദൈവത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവം ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാക്കിയിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 2 കാര്യങ്ങളിൽ നമുക്കൊരു സാമീപ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള രീതിക്ക് ദൈവം വിളിച്ച് കർത്താവിനെ എങ്ങനെയാണോ കാണിക്കുന്നത് അതിന് ചേർന്ന് ഈ ഒരു ആത്മാവിൻ്റെ അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് 1-2 സാമ്യതകളാണ്. മറ്റൊരു സാമ്യത കൂടി നമുക്കിതിൽ കാണാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനങ്ങൾ ഈ മരുഭൂമിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന സംഭവം ചെങ്കടൽ കടന്ന് ഒരു ജലത്തിൽ നിന്നാണ് ഈ മരുഭൂമിയിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റുന്നതെങ്കിൽ, ഇവിടെയും നമ്മൾ
പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം, യോർദാൻ്റെ കരയിൽ വന്ന് ആ ജലത്തിലൂടെയാണ് യേശുക്രിസ്തുവും ആ ഒരു മരുഭൂമിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് മുമ്പാണ് യോർദാനിൽ വന്നുള്ള ആ സ്നാനത്തിൻ്റെ അനുഭവം കാണാൻ പറ്റുന്നത്. ഞാൻ പഴയ നിയമവുമായിട്ടുള്ള സിമിലാരിറ്റീസ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഈ ഒരു പരീക്ഷണം എന്തിന് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് നമ്മൾ മുട്ടി നിൽക്കുമ്പം ഈ ഒരു പരീക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ ഒരു എഫിഷ്യൻസി ടെസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം നടക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്കൂളിൽ പലതരത്തിലുള്ള പരാതികളും മറ്റുമൊക്കെ ടീച്ചർമാർക്കൊക്കെ എതിരെ ഉണ്ടാവാറുണ്ട്. ഇപ്പം പിള്ളേർ ഒരു ടീച്ചർ കൂടുതൽ അടിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ ചിലപ്പം ഒരുക്കി ചെന്ന് അധ്യാപകരോട് ചോദിക്കുമായിരിക്കും നിങ്ങൾ എന്തിനാ അടിച്ചതെന്നൊക്കെ. പക്ഷേ സ്കൂളിൽ പരീക്ഷ നടത്തി എന്നും പറഞ്ഞിട്ട് ഒരു രക്ഷകർത്താവും പോയി അവരോട് ചോദിക്കാറില്ല നിങ്ങളെന്തിനാ ഈ വർഷാവസാനം പരീക്ഷ നടത്തുന്നത് എന്നുള്ളത്. പരീക്ഷ എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഈവൻ്റ് ആണെന്ന് അറിയാമെങ്കിലും ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് എന്നുള്ള ഈവൻറ്റിലൂടെ കയറിയാലേ അവർക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാവൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമ്മളും പിള്ളേരെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എന്നുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കും ആ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷമ എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് തിയോളജിക്കലി നമ്മൾ പഠിച്ചിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു മരുഭൂമിയിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു ക്ഷമയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. മറിച്ച് ഒരാൾ നമ്മളെ പ്രകോപിപ്പിക്കുമ്പോഴാണ് നമുക്ക് അവിടെ പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ആ ഒരു ക്ഷമ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അതാണ് ഇവിടെ ഈ പരീക്ഷണം എന്നുള്ളതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് എന്തുകൊണ്ട് പരീക്ഷണം എന്നുള്ള ഒരു വലിയ ഒരു പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇവിടെ കർത്താവിന് 3 പരീക്ഷണങ്ങളാണ് നമുക്കിവിടെ നേരിടുന്നത് കാണാനായിട്ട് കഴിയുന്നത്. ഈ 3 പരീക്ഷണങ്ങളിലും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം, പിന്നെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം, പിന്നെ അതേപോലെ തന്നെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 3-ാം വാക്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അടുത്ത് 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ കർത്താവായ ദൈവം സ്നാനം കൊടുക്കുന്ന സമയത്ത് അവിടെ ദൈവം വിളിച്ച് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ദൈവത്തിൻ്റെ ഡിക്ലറേഷൻ. തൊട്ടടുത്ത് സാത്താൻ പരീക്ഷിക്കുമ്പോഴായിട്ട് പറയുന്നത് ചോദ്യം എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന കാലഘട്ടത്തോടുടനീളം നമ്മുടെ മരണം വരെയും നമ്മളും നേരിടേണ്ടി വരുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാണ്, നമ്മൾ ഈ രീതിയിൽ ജീവിക്കപ്പെടേണ്ടവരാണെന്നുള്ള ക്രിസ്തീയതയെ നമ്മൾ മനസ്സിലാക്കുകയും ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തുവിന് അനുരൂപരാകാൻ നമ്മൾ ശ്രമിക്കുകയും ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോഴും മറ്റേ സൈഡിൽ പിശാചിൻ്റെ ചോദ്യം ഉയർന്നു തന്നെ ഇരിക്കും, നീ ദൈവപുത്രനാണോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണമോ. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തെറ്റ് ശരി നന്മ തിന്മ എന്നുള്ളൊക്കെ ഡിബാറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു വെർഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഈ 2 ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരു രീതി പറഞ്ഞാൽ ഒരു സൈഡിൽ ക്രിസ്തുവിനെയും ഒരു സൈഡിലെയും സാത്താനെയും ചിത്രീകരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ക്രിസ്തു ആഗ്രഹിക്കുക നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ ദൈവപുത്രനായ ഒരു ആളാണെങ്കിൽ ഞാൻ തീരുമാനം എടുക്കുന്നത് പോലെ നീ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ചില ചിഹ്നങ്ങൾ കാണിച്ചുകൊണ്ട് പിശാച് പറയുന്നത് ഈ ദൈവപുത്രനാണോ, നീ ദൈവപുത്രനല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു ലൗകികതയുടെ ഒരു ചിത്രമായിരിക്കും പിശാച് ഒരു സൈഡിൽ കാണിച്ചു തരിക. ഈ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത് തന്നെയാണ്, ഈ ഒരു 2 കാര്യങ്ങളുടെ ഇടയിലുള്ള ഒരു പരീക്ഷണം എന്നുള്ളത് തന്നെയാണ് ഒരു ക്രൈസ്തവൻ എന്നുള്ള രീതിയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെ നമ്മൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണം എന്നുള്ളതാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇനി ഇതിനുള്ള ഈ ഒരു ചോദ്യങ്ങൾ എങ്ങനെ നേരിടാമെന്നുള്ളത് കർത്താവിൻ്റെ ഈ ഒരു പരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി 1-ാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് വിശന്നിരിക്കുന്ന സമയത്ത് ഈ കല്ലിനോട് അപ്പമായി തീരുവാനായിട്ട് കൽപ്പിക്കുക എന്ന് പിശാച് പറയുന്നതാണ്. അപ്പോൾ അതിന് കർത്താവ് തിരിച്ച് മറുപടി പറയുന്നത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ്. ദൈവം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇതിൽ കർത്താവ് ഈ പിശാചിനോട് ഈ പരീക്ഷണത്തിൽ എല്ലാത്തിലും മറുപടി ചെയ്ത് നിൽക്കുന്നത് ഈ ദൈവത്തിൻ്റെ തന്നെ വചനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്.
ഒരു സ്ഥലത്തും പിശാചിനോട് അടിയുണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു റിഗ്രഷനോ നമ്മൾ കാണുന്നില്ല. മറിച്ച് ദൈവവചനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളെ നേരിടാനായിട്ട് പോകുന്നത്. ഇനി ആ വചനങ്ങൾക്ക് തന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ എല്ലാ വചനങ്ങളും ആവർത്തന പുസ്തകം 6 അധ്യായം 8 അധ്യായത്തിൽ നിന്നാണ് കർത്താവ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആവർത്തന പുസ്തകം 6 അധ്യായം 8 അധ്യായം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന മരുഭൂമിയിലൂടെയുള്ള നടത്തിപ്പിൻ്റെ ഇടയിൽ ഈ മരുഭൂമിയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്യങ്ങളെയുമാണ് കർത്താവ് വീണ്ടും കോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സാമ്യതയെ വീണ്ടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വചനത്തിലൂടെ തന്നെ മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ്. ആ വചനത്തിലൂടെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുന്ന സമയത്തും നമുക്കും ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് എങ്ങനെയെന്നുള്ളത് ഈ ആദ്യത്തെ പരീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ 1-2 പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വചനം എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ലോഗോസ് എന്നുള്ളതും മറ്റൊന്ന് റീമ എന്നുള്ളതും. RHEMA റീമ എന്നുള്ള 2 വാക്കുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗോസ് എന്നുള്ളത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ്, ലോഗോസ് ക്വിസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ലോഗോസ് എന്നുള്ളത് നമ്മുടെ അതായത് എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ ആ ഒരു ഭൗതികതയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ റീമ എന്നുള്ളത് ഒരു ജീവനുള്ള ഒരു വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമാകാനായിട്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ ഈ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ മെഡിസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, അത് കിട്ടുമെന്നൊക്കെ ഉറപ്പിച്ച് വിചാരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടും അതിനൊക്കെ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഒരു വർഷം റിപ്പീറ്റൊക്കെ ചെയ്ത് ആ സമയത്ത് കിട്ടാതെ പോയ സമയത്ത് ഭയങ്കരമായ വിഷമം തോന്നി. കാരണം ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുമൊക്കെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയും അതും ഇതുമൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് അത് കിട്ടാതായപ്പോൾ അങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി. നമ്മൾ ഫുൾ ടൈം മുറിക്കാതിരിക്കുകയും അങ്ങനെ ഒക്കെ. കാരണം ഞാൻ പള്ളിയിലൊക്കെ അന്ന് നമ്മൾ അച്ഛൻ പഠിപ്പിക്കുന്ന പറഞ്ഞും കേട്ടുള്ള അറിവൊക്കെ ഉള്ളൂ. നമ്മൾ ഡോക്ടർ ആവുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഇത് ചെയ്യും, മിഷൻ ഫീൽഡിൽ പോയി ഇത്ര കാലം ജോലി ചെയ്യും, അങ്ങനെയൊക്കെ ബുക്ക് ഡയറിയിലൊക്കെ എഴുതി വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ നിന്നിട്ട് നമുക്കത് കിട്ടാതായപ്പോൾ നമുക്ക് ഒരു മൊത്തത്തിൽ നമുക്ക് അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. എന്തുകൊണ്ട് നമ്മളെന്നുള്ള രീതിക്കുള്ളൊരു ചോദ്യവും ഇതുമൊക്കെ ആയി. അപ്പോൾ നമ്മൾ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയും ആകെ വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് 1-2 ആഴ്ചകളിൽ ഞാൻ സൺഡേ സ്കൂളിലൊന്നും വന്നുമില്ല. അപ്പം ആ സമയത്ത് അച്ഛൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. ആ സമയത്ത് എന്നിട്ട് അച്ഛൻ ആ സമയത്ത് ഇങ്ങനെ വീട്ടിൽ വിസിറ്റിന് വന്ന സമയത്ത് അച്ഛൻ അന്ന് വായിച്ച ഒരു പുസ്തകമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നിന്റെ നന്മയ്ക്കത്രേ ഉള്ളൂ എന്നുള്ള ഒരു വാക്യം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ, ഒരുപക്ഷെ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് ആ വാക്യം ഞാൻ അന്ന് ശ്രദ്ധിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ നിന്റെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം എന്നെ മാറ്റിമറിച്ച ഒരു വാക്യമാണത്. അന്ന് ആ വാക്യം എനിക്ക് തന്ന ഒരു ഊർജം എന്ന് പറയുന്നത്, അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വലിയ ആശ്വാസം എനിക്ക് ആ ഒരു വാക്യത്തിൽ നിന്ന് ആദ്യമായിട്ട് ആ അച്ഛൻ വന്നിങ്ങനെ വീട്ടിൽ അച്ഛൻ യാദർശികമായിട്ട് ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ അത് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അത് കൊണ്ടുവന്നപ്പോൾ വായിച്ചതായിരിക്കും. പിന്നീട് ഞാൻ എൻ്റെ കല്യാണ ലെറ്ററിൽ ആ വാക്യമാണ് അടിച്ചു വെച്ചത്. കാരണം അത് പിന്നീട് എൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചു. അതിന് ആ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പത്രത്തിൽ ബാങ്ക് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പപ്പ മൂഡ് ഞാൻ ഒന്ന് റെഡിയാകാൻ വേണ്ടി നീ എന്ന ഇത് എഴുതെന്ന് പറഞ്ഞ് കൊണ്ടുതരികയും ഞാൻ അത് എഴുതുകയും അതെനിക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നീട് ഒരുപാട് തവണ ഞാൻ ജീവിതത്തിൽ വീണ്ടും പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോൾ ആ വാക്യം അതുവരെയും എനിക്ക് ലോഗോസ് ആയിരുന്നെങ്കിൽ അന്ന് ഞാൻ ആയിരുന്ന ആ സാഹചര്യത്തിൽ അച്ഛൻ വന്ന് വീട്ടിലത് വായിച്ചപ്പോൾ അപ്പോഴെനിക്കത് റീമയായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇതാണ് ലോഗോസും റീമയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്നത്. ലോഗോസാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബൈബിളുമെല്ലാം. പക്ഷേ നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെലേക്ക് ഇറങ്ങുമ്പോൾ അതിരുന്ന് ബൈബിൾ വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ആത്മീകമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അത്രയും അടുക്കുമ്പോൾ ഈ ലോഗോസ് റീമയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പം ആ റീമ എന്നുള്ള വാക്കാണ്
ഗ്രീക്ക് ഭാഷയിൽ ഈ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. മനുഷ്യന് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടും ഭൗതികമായിട്ടുള്ള സ്ട്രക്ചറൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടും മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെയാണ് ആത്മീകമായ അല്ലെങ്കിൽ അനശ്വരമായ ജീവൻ നമ്മളിൽ ഉണ്ടാകുന്നത് എന്നുള്ള വലിയ ഒരു സിംബോളൈസേഷനാണ് ഒന്നാമത്തെ ഈ പരീക്ഷണത്തിലൂടെ കർത്താവ് നമുക്ക് പകർന്നു നൽകുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യം അലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നീ ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്നെ ദൂതന്മാരെ കുറിച്ച് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നുള്ള പഴയ നിയമത്തിൻ്റെ വചനം സാത്താൻ കർത്താവിനോട് പറഞ്ഞിട്ട് ചാടാനായിട്ട് പറയുന്ന അതാണ് രണ്ടാമത്തെ പരീക്ഷണം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പല പ്രസംഗങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്ത്യാനിയെക്കാളും വളരെ നന്നായിട്ട് അറിയുന്ന ആളാണ് പിശാച് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ദൈവവചനം പിശാച് ഉപയോഗിച്ചിട്ടാണ് അവിടെ യേശുവിനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനം എന്നുള്ളത്, ആ ദൈവവചനം ഉപയോഗിക്കുന്നവരെല്ലാം അതിനെ ഒരു പരിപൂർണമായ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായ തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടാകുമ്പോൾ ആ പഠിപ്പിക്കലുകളെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് ഒരു ബോധ്യം നമ്മുടെ സഭാ അടിസ്ഥാനത്തെക്കുറിച്ചും നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചും ഉണ്ടായിരിക്കേണ്ടത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരിലൊക്കെ പലതരത്തിലുള്ള വിശ്വാസ സമൂഹങ്ങളിലേക്കും പലതിലേക്കും പോകുമ്പോൾ ഒന്നിനെയും കുറ്റം പറയുന്നതല്ല, മറിച്ച് നമ്മൾ ഇവിടെ ഒന്നും ശരിയല്ല, അവിടെ പോയാലേ ശരിയാകുകയുള്ളൂ എന്നുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ അല്പജ്ഞാനം കൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം പലപ്പോഴും പലരും ഒരു ഭാഗത്തിൻ്റെ ഒരു സൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് കർത്താവ് അതിന് മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് കർത്താവ് തിരിച്ചു പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കർത്താവ് അതിൻ്റെ മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് പഴയ നിയമ കാലഘട്ടം മുതൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ പ്രശ്നത്തിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 360 ഡിഗ്രി ആംഗിളിലുള്ള സൊല്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് ആ ബൈബിളിനെ ആ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് തെറ്റായ ചിന്തകൾ കൊണ്ടുവരുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവം സഹായിച്ച വിവിധ തരത്തിലുള്ള മുഖാന്തരങ്ങളുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതിന്, പഠിക്കുന്നതിന്. സഭ എന്നുള്ള സംവിധാനം നമുക്കുണ്ട്, സൺഡേ സ്കൂളുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ച് നമ്മൾ അത് മനസ്സിലാക്കുകയായിരിക്കും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നുള്ളത് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തെ ആ ഒരു പരീക്ഷണത്തിലൂടെ പ്രധാനമായിട്ട് 2 ആശയങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഒന്ന്, ദൈവവചനം എന്നുള്ളതും പരീക്ഷണത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. സാത്താൻ ദൈവവചനം ഉപയോഗിച്ച് പരീക്ഷിക്കുന്ന ഒരാളാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മളും ആ ദൈവവചനത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമേ അതുപയോഗിച്ച് പരീക്ഷിക്കപ്പെടാതിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു പാർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിമിക്കുകളിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴേക്ക് ചാടുവാനായിട്ട് അവിടേക്ക് കൊണ്ടുപോയതിന് ശേഷം ഒരു ഉയർന്ന മലയിൽ കൊണ്ടുപോയതിന് ശേഷം മീൻസ് ദൈവത്തിൻ്റെ സകല രാജ്യങ്ങളെയും എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം എന്നെ നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുകയും അതിന് കർത്താവ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം ഉപയോഗിച്ചിട്ട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നുള്ള വാക്യം ഉപയോഗിച്ച് പിശാചിനെ എതിർക്കുകയും അവിടെ വെച്ച് പിശാച് വിട്ടുപോവുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതാണ് മൂന്നാമത്തെ പരീക്ഷണം. മൂന്നാമത്തെ പരീക്ഷണം പ്രധാനമായിട്ടും നമുക്കതിന് ഇംഗ്ലീഷിൽ ടെംപ്റ്റേഷൻ എന്നുള്ള വാക്കും മലയാളത്തിൽ തന്നെ പ്രലോഭനം എന്നുള്ള വാക്കും കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് കഴിയും. സോ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവിടെയും
നമ്മൾ പിടിച്ചു നിൽക്കുവാനായിട്ട് കർത്താവ് ദൈവവചനത്തെ ആശ്രയിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഈ ടെംപ്ടേഷനുകളെയും പ്രലോഭനങ്ങളെയും പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയായിട്ട് നമ്മൾ ഈ ദൈവവചനത്തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പ്രലോഭനം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ നമ്മൾ യുവജന സംഘടനയുടെയൊക്കെ ക്ലാസ്സുകളിലാണ് പലപ്പോഴും പറയുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പലതവണ നമ്മളെ പള്ളിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കൽ ഈ അടുത്ത് തന്നെ ഒരു പള്ളിയിൽ നമ്മൾ ഈ യുവജനങ്ങളോട് എന്നുള്ള ഒരു ക്ലാസ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞു, പ്രലോഭനങ്ങൾ യുവാക്കളെ നേരിടാന്നൊക്കെ പറഞ്ഞപ്പം അതിലൊരു പയ്യൻ എണീറ്റ് നിന്ന് ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ പറഞ്ഞതിലാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പം അങ്ങനെ പ്രലോഭനത്തിന് പ്രായപരിധിയൊന്നും ഇല്ല. അപ്പം പിന്നീട് പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്കും തോന്നി. ഇപ്പം അങ്ങനെ പ്രലോഭനത്തിന് പ്രായപരിധിയൊന്നുമില്ല. ജനിച്ച് വീഴുന്ന പിള്ളേർ തൊട്ട് വയസ്സായ ആൾക്കാർ വരെ പ്രലോഭനങ്ങൾക്ക് അടിമയാണ് എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു പ്രലോഭനങ്ങളിലേക്ക് വീണു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ചെറുതാകാം വലുതാകാം, നമ്മുടെ വേദപുസ്തകപരമായിട്ട് നമുക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിലും അറിയാതെ നമ്മൾ വീണു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ വീണ്ടും പറയാണ്. നമ്മളെ പഴയ ക്രൈസ്തവ ദീപികയുടെ എഡിറ്ററായിരുന്ന ബെഞ്ചമിൻ സാർ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. അസാമാന്യമായ സ്ഥൈര്യവും ഉറച്ച മൂല്യബോധവും ഉള്ളവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അസാമാന്യമായ സ്ഥൈര്യവും ഉറച്ച മൂല്യബോധവും. ഇതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിൽ അർപ്പിക്കുവാനായിട്ട് നമുക്ക് എവിടെ സാധിക്കുന്നോ അവിടെയാണ് നമുക്ക് ഈ പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ട് കഴിയുക. പ്രത്യേകിച്ച് ഇപ്പം നമ്മളെക്കാളും അടുത്ത് വരുന്ന ഒരു തലമുറ എങ്ങനെയായിരിക്കും ആ തലമുറയെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയൊക്കെ ഉള്ള ടൂളുകൾ ഇപ്പം നമ്മൾ ബാങ്കിലൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ പലപ്പോഴും ഞാൻ തിരിഞ്ഞു പോകുന്ന രീതിയിൽ അതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. 4 കൊല്ലം ഞാൻ GM സെക്രട്ടേറിയറ്റിലിരുന്ന് ഞാൻ ചെയ്തിരുന്ന ജോലി ഇപ്പം ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് ആ AI എന്ന് പറയുന്ന സാധനത്തിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ലെറ്ററുകൾ ഉൾപ്പെടെ എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ഒരാൾ ഇപ്പം ഇത്രയും ശമ്പളം തന്നു ഒരാളെ 4 കൊല്ലം ഇരുത്തിയിരുന്ന ജോലി ചെയ്യാൻ ഒരു മിനിറ്റ് മതി ഇപ്പം ഈ AI എന്ന് പറയുന്ന സാധനത്തിന്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയില്ല. നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന മെസ്സേജുകളിൽ നമ്മുടെ ഫോണുകളിലെല്ലാം ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും തന്നെ നമ്മൾ വളർന്നൊരു സാഹചര്യമേ ആയിരിക്കില്ല അവർ വളരുന്നത്. ഇനി അവരുടെ ഓരോ വിദ്യാഭ്യാസ ഘട്ടത്തിലും നമുക്ക് അവരെ റീച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ മാറും. അപ്പം അങ്ങനെ ഒരു മാറുന്ന കാലഘട്ടത്തിൽ അവരെ എങ്ങനെ ഈ ഒരു പ്രലോഭനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസം അവർക്ക് ഈ ദൈവവചനത്തിൽ കൊടുക്കുവാനായിട്ട് കഴിയണം. ആ അടിത്തറ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ പരീക്ഷണങ്ങളിലൂടെ എല്ലാം അതിജീവിച്ച് കടന്നു വന്ന ക്രിസ്തുവിന് അനുരൂപരായിട്ട് വളരുവാനായിട്ട് അവർക്കും കഴിയും. ഞാൻ അവസാനത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. അതിനുശേഷം ഈ 3 പരീക്ഷണങ്ങൾക്കും ശേഷം യേശു ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. എന്നിട്ട് നസ്രേത്ത് വിട്ട് സെബുലൂലിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവ് തിരിച്ച് അത്രയും കാലം നസ്രേത്തിലായിരുന്നു. ആ നസ്രേത്തിൽ നിന്ന് ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം പരസ്യശുശ്രൂഷ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യം പോകുന്നത് സെബൂലിൻ്റെയും നെഫ്താലിൻ്റെയും അതിരുകളിലുള്ള കടൽക്കരയിലുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു എന്നാണ് പറയുന്നത്. ഈ കഫർന്നഹൂമിൽ കർത്താവിന് വീടില്ലായിരുന്നു. അപ്പോൾ ചിലർ പറയുന്നത് പത്രോസിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിനൊന്നും വ്യക്തമായ രേഖയൊന്നും ഞാൻ കണ്ടില്ല, പലയിടത്തുനിന്നായിട്ട് ഇങ്ങനെ കണ്ടതാണ്. മറ്റു ചിലർ അവിടെ പ്രാന്തപ്രദേശങ്ങളിൽ പാർത്തു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത ഈ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം മുമ്പ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്ന സെബൂൽ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇങ്ങനെയുള്ള യെശയ്യാ പ്രവാചകൻ്റെ ഈ ഒരു വലിയ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സ്ഥലത്തിന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് കഴിയും. ഇസ്രായേൽ രാജാവായ പെക്കേഹിമിൻ്റെ കാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്ന് ഇയോനും ആബേൽ ബേത്ത് മയാക്കും യോനാബാഹും കേദശും ഹാസോരും ഗിലെയാദും ഗലീലയിലും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. നമ്മൾ പഴയ നിയമം പഠിച്ചു വരണ സമയത്ത് മോശയൊക്കെ പോയതിന് ശേഷം അന്ന് ഇസ്രായേൽ ജനങ്ങളെ ആദ്യമായിട്ട് ഈ
ആദ്യമായിട്ട് ഇസ്രായേൽ ജനങ്ങളുടെ അധപതനം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളെ ശിഥിലമാക്കാനായിട്ട് തുടങ്ങുന്ന രാജാക്കന്മാരുടെ യുദ്ധം ആരംഭിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്, 2 രാജാക്കന്മാരുടെ 15-ാം അധ്യായത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇസ്രായേൽ ജനങ്ങൾ ആദ്യമായിട്ട് ശിഥിലമാക്കപ്പെട്ട സ്ഥലത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവരെവിടെ വെച്ചാണോ അവർ നഷ്ടപ്പെടാൻ തുടങ്ങിയത്, ആ നഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇത് പറയുന്നതിനുള്ള മറ്റൊരു വലിയ റിലവൻസ്, കർത്താവ് അല്ലെങ്കിൽ ദൈവം ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രവർത്തിക്കണമെന്ന് കർത്താവായ ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു ഉദ്ദേശം ഉണ്ടാകും. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരു സഭ രൂപീകരിക്കപ്പെടുന്നതിനും ഇവിടെ നമ്മൾ സഭയായിട്ട് ഇവിടെ ആയിരിക്കുന്നതിനും, അല്ലെങ്കിൽ നമ്മൾ വീട് വെച്ച് ഇവിടെ വരുന്നതിനും, നമ്മൾ ഈ സഭയിലേക്ക് കടന്നു വരുന്നതിനും, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ മെൻസ് ഫെലോഷിപ്പിൽ ഇരിക്കുന്നതിനും ഒക്കെ ദൈവം ഒരു വലിയ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി അനുസരിച്ച് നമ്മൾ ആ സ്ഥലത്ത് എത്തുമ്പോഴേ നമ്മുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. ദൈവം ആ സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. അവിടെ നിന്നോട് രക്ഷപ്പെട്ട ഒരുപാട് പേരെക്കുറിച്ച് നമുക്ക് പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ആ സ്ഥലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് പറഞ്ഞതാണ്. ഇനി അതിന് ശേഷമുള്ള ഒരൊറ്റ കാര്യം കൂടി 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും ലാസ്റ്റായിട്ടുള്ള പോർഷനിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പിടിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാലം അത് നമ്മൾ പലതവണയായിട്ട് പല പ്രസംഗങ്ങളിലൂടെ ഒരുപാട് അതിൻ്റെ വശങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ വീണ്ടും നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പം അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കാം. അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 21-ാം അധ്യായത്തിൽ വീണ്ടും 21-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു, അവരെ വിളിച്ചു. അപ്പോൾ യേശു കണ്ടു, അവരെ വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്തൊരു വലിയ പ്രത്യേകതയുണ്ട്. യേശു വെറുതെ കണ്ടു എന്നുള്ളതല്ല. അത് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എലീശയെ, സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കുന്നില്ല, നമ്മൾ എലീശയെ ഏലിയാവ് വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ എലീശ ഈ പറഞ്ഞ എൻ്റെ 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആ ജസ്റ്റ് പാർട്ട് മാത്രം ഞാനൊന്ന് വായിച്ചു പോവാം. അങ്ങനെ അവൻ അവിടെ നിന്ന് അവൻ 12 ഇയർ കാള കൂട്ടി ഒഴിച്ചു കൊണ്ടിരുന്നു. 12-ാമത്തേതിന് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് അവൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടു. അതിന് തൊട്ട് മുമ്പ് അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടു. അപ്പം ആ ഒരു കണ്ടു എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കർത്താവായ ക്രിസ്തു ഒരാളെ കാണുമ്പോൾ, ഇപ്പോൾ ഇവർ എല്ലാവരെയും നമ്മുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അല്ലാതെ അവരാരും അവിടെ വലിയ പ്രീച്ചേഴ്സോ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി മീൻ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ളവരോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷേ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് അവരെ കാണുമ്പോൾ അവിടെ ഒരു ആക്ച്വാലിറ്റി അല്ല കാണുന്നത്, മറിച്ച് പോസിബിലിറ്റിയാണ് കർത്താവ് കാണുന്നത്. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ സഭയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സഭയുടെ ഒരു നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സഭയുടെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളെ ദൈവം ഇവിടെ കാണുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ ആയിരിക്കുന്നു, നമ്മുടെ എന്താണ് നമുക്കുള്ള കഴിവുകൾ, നമ്മുടെ താലന്തുകൾ എന്താണ്, ഇതല്ല കർത്താവ് കാണുന്നത്. പക്ഷെ നമ്മളെ എന്തൊക്കെ പോസിബിലിറ്റിയാണ് നമ്മളിലൂടെ ഉള്ളത് എന്നുള്ളത് കണ്ടിട്ടാണ് കർത്താവ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. മത്തായി 9-ാം അധ്യായത്തിൽ മത്തായിയെ വിളിക്കുന്ന കാണുമ്പോഴേ അവിടെ ചുങ്കക്കാരുടെ കൂടെ ഇരിക്കുന്നത് കണ്ടു എന്നുള്ള വാക്ക് നമുക്ക് വീണ്ടും കാണാനായിട്ട് പറ്റും. മറ്റൊരു കാര്യമായിട്ടുള്ളത്, കർത്താവ് വിളിക്കുന്നതും അതുപോലെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം വിളിച്ചിരുന്നതുമായ എല്ലാ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും അവിടെ എല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു, ദാവീദ് കാട്ടിലായിരുന്ന സമയത്ത് അവനെ വിളിച്ചു, എലീശ നില ഉഴുന്നുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു, ശിഷ്യന്മാർ വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചു. ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അലസരായിട്ടിരിക്കുന്നവരല്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ക്രിസ്തു വിളിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ക്രിസ്തുവിൻ്റെ വേലയ്ക്കായിട്ട് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ അലസരായിട്ടിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ക്രിസ്തു വിളിച്ചുകൊള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് അവിടെ നിന്ന് മറിച്ച് കാണാനായിട്ട് കഴിയും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇവിടെ എല്ലാവരെയും അവരെ വിളിച്ചു കഴിഞ്ഞ സമയത്ത് അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. അതുപോലെ ആദ്യത്തെ പത്രോസിനെ വിളിക്കുന്ന സമയത്തും ഉടനെ അവൻ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ എല്ലാം റെസ്പോൺസ് ഇൻസ്റ്റൻ്റ് ആണ്.
ഇപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ട് നാളെ വരാം അല്ലെങ്കിൽ മറ്റന്നാൾ വരാം എന്നുള്ളതല്ല അവിടെ ഈ ശിഷ്യന്മാർ ചെയ്യുന്നത്. മറിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആ കർത്താവ് വിളിക്കുന്നതിലേക്ക് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പോയിന്റ്. അവസാനത്തെ ഒരു